വിഷുവിൻ്റെ തലേദിവസമായിട്ട് ചെറിയൊരു പണി കിട്ടിയിട്ടോ. കാരണം വേറെ ഒന്നുമല്ല, ചുമയ്ക്ക് വയ്യായിരുന്നു, പനിയും ചുമയായിരുന്നു. അതുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഇറങ്ങിയിട്ടില്ലായിരുന്നു. പിന്നെ പച്ചക്കറി സാധനങ്ങളും കൂടെ ഒന്ന് കയറി വാങ്ങിച്ചട്ടോ. അപ്പോഴേക്ക് ചുമയുടെ ചെറിയമ്മയും ചെറിയച്ഛനും വന്നു. ഇതാണ് അമ്മു. അമ്മു ഒരു കുക്കിംഗ് വീഡിയോ ഇട്ടപ്പോൾ അവൾക്ക് കൂട്ടിന് വേണ്ടി ഇട്ട് തുടങ്ങിയതാണ് കേട്ടോ ഞാനും വീഡിയോ. പിന്നെ ഞാനിപ്പോൾ സ്ഥിരമായിട്ട് ഇടുന്നുണ്ട്, അവളിടുന്നില്ല. അവളിടാത്ത വേറെ ഒന്നും കൊണ്ടല്ല, അവൾ നേഴ്സിങ്ങിന് പഠിക്കാനുള്ളതുകൊണ്ടാണ് കേട്ടോ. അവൾ തിരുമ്പി വരും. പിന്നെ ഇഞ്ചിക്കറിക്കുള്ള സാധനങ്ങളൊക്കെ ശരിയായിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴേക്ക് ഇതേ പടക്കം പൊട്ടിക്കാനാണ്ട് ഇറങ്ങിച്ചെന്നതാണ്. പടക്കമൊക്കെ പൊട്ടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴേക്കും ഇതേ ചുമ്മയുടെ മാമന്മാരൊക്കെ വന്നു. ഉണ്ണിയങ്കൾ എന്നോട് പറയായിരുന്നു, എടി എനിക്ക് വൈറലാക്കരുത്, എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല എന്ന്. പിന്നെ എല്ലാവരും പോയി പടക്കമൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇതേ ഉണ്ണിയങ്കൾ ചാറ്റയൊക്കെ തന്ന് പോകുന്നുണ്ട്. അപ്പോഴേക്കും ഞാൻ കണിയൊക്കെ റെഡിയാക്കി വെച്ചായിരുന്നു കേട്ടോ. എനിക്ക് നേരെ വയ്യാത്തതുകൊണ്ട് അമ്മ എടുത്തുകൊണ്ട് കിടക്കുകയായിരുന്നു കേട്ടോ രാത്രി ഫുള്ള്. പിന്നെ ഞാൻ 3:30 എണീറ്റ് കണി കണ്ടിട്ട് പോയി കുളിച്ചിട്ട് വന്നിട്ടാട്ടോ വിളക്ക് വെച്ചത്. ഇന്നലെ തീരെ ഉറങ്ങിയിട്ടില്ല, കാരണം എല്ലാ പണിയും കഴിഞ്ഞ് കിടന്നപ്പോൾ ഒരു 2 മണിയായിരുന്നു. അതുമാത്രമല്ല കൊച്ചു വാശിയായിരുന്നു. ഞാൻ അടുക്കളയിൽ പോയി മാറിയായിരുന്നു കേട്ടോ. അമ്മ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ പെട്ടുപോയേനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇതാണ് കേട്ടോ എൻ്റെ വിഷുക്കണി. ഞാൻ തലേദിവസം ധൃതി പിടിച്ച് ഉണ്ടാക്കി വെച്ചതാണ്. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എന്നോട് പൊറുക്കണേ. പിന്നെ ഏട്ടനെ വിളിച്ച് ഞാൻ കണി കാണിപ്പിച്ചു. പിന്നെ ചായ വയ്ക്കാൻ പോവുകയാണ് കേട്ടോ. രാവിലെ തന്നെ ചായ കുടിക്കണം, അതൊരു നിർബന്ധമായിട്ടുള്ള കാര്യമാണ് എനിക്ക്. അല്ലെങ്കിൽ വയറിൽ എന്തോ ഒരു ഗുളുകുളു. പിന്നെ പുറകിൽ ഒരു അമ്പലമുണ്ട്, അമ്പലത്തിൻ്റെ അവിടെ നിന്ന് എല്ലാവരും പടക്കമൊക്കെ പൊട്ടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കുറച്ച് നേരം നോക്കിയിരുന്നു. അത് കഴിഞ്ഞിട്ട് വന്നതേ പണി തുടങ്ങി. അവിയലിനുള്ളതും സാമ്പാറിനുള്ളതും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചു. അരിഞ്ഞു വെച്ചുകൊണ്ട് ഭയങ്കര ഗുണമുണ്ടായിരുന്നു കേട്ടോ, കാരണം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റി. പിന്നെ ചായ കുടിക്കുമായിരുന്നു. പിന്നെ പറ്റില്ല കേട്ടോ, കാരണം ചുമയ്ക്ക് പനിയായിട്ട് ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് തന്നെ നേരെ ഹോസ്പിറ്റലിലോട്ടൊക്കെ പോയിട്ടാട്ടോ വന്നേ. പിന്നെ സദ്യയൊക്കെ കഴിച്ചു, എല്ലാവരും മത്തായി ഓരോ സൈഡായി.